അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്ക് 2 ദിവസം സ്കൂളിനും മദ്രസക്കൊക്കെ അവധിയായപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒറ്റ ദിവസത്തേക്ക് കേട്ടോ, കുറേ നാളായിട്ടുണ്ടായിരുന്നു പോയിട്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്ന് പോയിട്ട് വന്നു. അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഒന്ന്. ഇപ്പോൾ രാവിലെ പുട്ടും വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോയി കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ട്രെയിനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും നാട്ടിൻ പുറത്ത് കൂടി ഈ ഒരു ട്രെയിൻ യാത്ര ഭയങ്കര രസമാണ് കേട്ടോ കാണാനൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. അതുകൊണ്ട് അന്ന് പിന്നെ പുറത്തിറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഉമ്മ തേങ്ങാച്ചോറും ചിക്കൻ കറിയും അതുപോലെ പപ്പടവും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി എപ്പോഴും കഴിക്കണോണ്ട് അത് വേണ്ടാന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതല്ലേ. ഈ തേങ്ങാച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ ഉമ്മമാരുണ്ടാക്കി തരണം, അതിനൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ പഴയകാല ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു മൊമെൻ്റാണ് അല്ലേ. ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഒരുപാട് നാളായിട്ടോ. കഴിഞ്ഞ റമദാനിൽ വന്നതാണ്, പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ലീവ് കിട്ടിയപ്പോൾ ഓടിപ്പോകുന്നത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പുഴ കാണാൻ പോയത് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ എപ്പോഴും പുഴ കാണാൻ പോകുക എന്നുള്ള വാശിയായിരിക്കും. അപ്പോൾ അവരങ്ങോട്ട് വിരുന്ന് പോകണത് തന്നെ ഈ ഒരു പുഴ എന്നുള്ള ചിന്തയും വെച്ചിട്ടാണ്. ശരിക്കും നീന്താനൊന്നും അറിയില്ല, ചെറുതായിട്ട് നീന്താനൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ പതുക്കെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഇരുത്തം കടത്തായി. അങ്ങനെ കുറച്ച് സമയമൊക്കെ വെള്ളത്തിൽ കളിച്ചു കേട്ടോ. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഒഴുക്ക് കുറവാണ്, പിന്നെ വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റും. നല്ല വെള്ളമുള്ള സമയത്ത് പുഴ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ശാന്തമായിട്ട് അതിലേക്ക് നോക്കുമ്പോൾ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടാവും. കാരണം വെള്ളമാണ്. നമ്മളതിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. ആ വെള്ളത്തിൻ്റെ കൂടെ നമ്മളും കൂടിയാണ് പോകും. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ കെട്ടിയ ചെറിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കുട്ടി മുങ്ങി മരിച്ചു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. വേനലാണ്, വെള്ളം കുറവായിരുന്നു. ആ കുട്ടിക്ക് എന്തോ അസുഖം ഉണ്ടായിരുന്നു തോന്നുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയി ശ്വാസം കിട്ടാതെ മരിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആലോചിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. കുട്ടികളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനത്തെ വെള്ളത്തിൻ്റെ ഭാഗത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധ തെറ്റിപ്പോയാൽ നമ്മുടെ മക്കൾ അപകടത്തിൽ പെട്ടുപോകും. വെള്ളത്തിലാശാനാണ് കേട്ടോ ഈ പോണത്. മൂപ്പര് നന്നായിട്ട് എഴുതുകയാണ്, വെള്ളം അത് മായ്ക്കണുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിലിറങ്ങൂല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇതാ നല്ല കളിയാണ് കേട്ടോ. ഫോട്ടോ എടുക്കുന്നുണ്ട്, കയ്യിലൊരു ക്യാമറ ഉണ്ട്, പലവിധ പരിപാടിയാണ്. മുമ്പ് അനിയത്തി അനിയനൊക്കെ ഈ പുഴൻ്റെ അക്കരയ്ക്കാണ് കേട്ടോ സ്കൂളിലേക്ക് പോയിരുന്നത്. അന്ന് ഈ ചിറയിൽ ഇതുപോലെ വെള്ളം വരുമ്പോൾ ഞാനും ഈ ചിറ കടന്നിട്ടുണ്ട്, ഓരെ കൊണ്ടുവരാൻ പോകാനും കൊണ്ടുപോയാക്കാനൊക്കെ കേട്ടോ. ഇപ്പം അതാ ഒരാൾ കടന്നു വരുന്നു. അതേപോലെ ഞാനും മുമ്പ് ഇതിൻ്റെ മേലെ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വെള്ളത്തുമ്മക്ക് ഇറങ്ങാനുള്ള തൻ്റെ ഇടമൊന്നും ഇല്ല കേട്ടോ. അന്ന് എവിടെ നിന്നാണാവോ ആ ധൈര്യമൊക്കെ കിട്ടിയത്. പിന്നെ അന്ന് ഏത് സമയവും ഈ പുഴൻ്റെ പിന്നാലെ ഉണ്ടാവും. കുട്ടിക്കാലത്ത് കൂടുതലും ഈ പുഴയിൽ തന്നെ ആയിരിക്കുമല്ലോ. കൂടുതലും കളിച്ചിട്ടുള്ളത് ഈ പുഴയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർ ഈ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ ഫുട്ബോൾ കളിക്കുക. ഇപ്പോഴും കളിക്കും. അപ്പോൾ പോയി നോക്കിയപ്പോൾ ബോൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അല്ലെങ്കിൽ അവരിപ്പോൾ കളിക്കണതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ബോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതവർ വേനൽക്കാലത്ത് കളിച്ചിരുന്ന ഗ്രൗണ്ടാണ്. ഇപ്പോൾ മഴ പെയ്ത് ഈ വെള്ളമൊക്കെ കയറിയിട്ട് ഇപ്പോഴും കളിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മക്കൾ നല്ല കളിയിലാണ്. ഇനി അവരവിടെ നിർത്തിയാൽ ശരിയാവില്ല. പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴേക്ക് നല്ല മഴയും പെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ പോണ വഴിക്ക് ഈ പച്ചപ്പ് കാണുമ്പോൾ അതും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തോന്നി. കിരീടപ്പൂക്കൾ കണ്ടോ വിരിഞ്ഞ് നിൽക്കുന്നത്, ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. എന്നും ഇവിടെ ഈ പൂക്കളുണ്ടാവും, ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും കേട്ടോ.
അതിൻ്റെ മുകളിൽ കണ്ടോ വെള്ളില. ഈ വെള്ളില താളിയായിട്ടൊക്കെ തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇപ്പം ഇതൊന്നും ആരും മൈൻഡ് ചെയ്യണേ ഇല്ല. ഈ വഴിയൊക്കെ ഇപ്പോൾ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ വഴിക്ക് നടന്നീനു കേട്ടോ. ഇപ്പോൾ ഇതുവഴിയൊക്കെ നടത്തം കുറവാണ്. അതുകൊണ്ട് കാട് മൂടിയിട്ടുണ്ട്. ഈ വീട് കണ്ടോ? ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഈ വീട് ഇങ്ങനെ കാണുമ്പോൾ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ തോന്നും കേട്ടോ. പിന്നെ ഞങ്ങൾ സാധാരണ കുളിക്കാൻ ഇറങ്ങണ കുളിക്കടവ് ഇവിടെയാണ്. ഇപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവിടെയും കൂടി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഷാനും അഫ്ലും നല്ല ത്രില്ലിലാണ്. പക്ഷെ അവിടേക്ക് ഓടി ഇറങ്ങാനൊന്നും പറ്റൂല. ചളിയൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നല്ല പോലെ മണ്ണ് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റൂല. ഫുട്ബോളുകളിൻ്റെ ആവേശത്തിൽ സൈക്കിളൊക്കെ എവിടെ വെച്ചിട്ടാണ് പോയത് നോക്കിയേ. ആ വെള്ളത്തിൽ വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതാണ് കുട്ടികളുടെ ആവേശം. അപ്പോൾ അവരെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അവർക്ക് ആവേശം കയറി കഴിഞ്ഞാൽ അപകടത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ. പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ പിന്നീട് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് വരുമ്പോൾ കാണിക്കാം. ഇപ്പോൾ മഴ ആയതുകൊണ്ടും പിന്നെ ലീവ് ഇല്ലാത്തതുകൊണ്ടും എവിടെയും പോയിട്ടില്ല കേട്ടോ. ഈ പായൽ പിടിച്ച മതിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. ഈ ചെടി കണ്ടോ? ഇത് പലരും വീട്ടിൻ്റെ ഉള്ളിലൊക്കെ അലങ്കാര ചെടിയായിട്ടൊക്കെ വളർത്തീനു. ഇത് ഭയങ്കര വിഷമുള്ളൊരു ചെടിയാണ് കേട്ടോ. കന്നുകാലികൾക്കും മനുഷ്യന്മാർക്കും ഒക്കെ ഇത് വായിലായാൽ അപകടമാണ്. മരണം തന്നെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിവിടെ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലുള്ള പഞ്ചായത്ത് റോഡിൽ കൂടി സ്കൂൾ ഇങ്ങനെ വരുമ്പോൾ ഇതേപോലത്തെ ചപ്പിളിക്കുണ്ടിലൊക്കെ ചാടി മറിഞ്ഞ് ആകെ ചെളിപിളിയായിട്ട് സ്കൂൾ വിട്ട് വന്നീന കാലം ഈ ഒരു വെള്ളം കണ്ടപ്പോൾ ഓർമ്മ വന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളെ സ്കൂൾ ബസ്സിൽ രാവിലെ വീട്ടിൽ നിന്ന് കയറ്റി വിടുക, സ്കൂൾ കൊണ്ടുപോയി ഇറക്കുക, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലും കൊണ്ടുവന്ന് ഇറക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഇതൊന്നും ഒക്കെ മിസ് ചെയ്യും അല്ലേ. അപ്പോൾ എന്തായാലും ഒരുപാട് ദൂരം നടന്നിട്ട് ഒക്കെയാണ് സ്കൂളിൽ പോയിരുന്നതെങ്കിലും നമ്മളൊക്കെ ആ കാര്യത്തിൽ വലിയ ഭാഗ്യന്മാരും ഭാഗ്യവതികളും ഒക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വീടെത്തി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.